ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന മാഗി നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. മാഗി നൂഡിൽസും മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ആ മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട ഒരുപാട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കിയെടുക്കുക. അതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള അതുപോലെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇത് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടുണ്ടാവും. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ ഈ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക, ഇല്ലെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആ പൊടികളിലെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ തക്കാളിയോ അല്ലെങ്കിൽ വലിയ തക്കാളിയുടെ പകുതി ഭാഗമോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലിനി നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റോ ക്യാപ്സിക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. നമ്മളിപ്പോൾ ഈ സവാളയും തക്കാളിയും മാത്രമാണ് ചേർക്കണുള്ളൂ. എന്നിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 140 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതതുപോലെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി പോവും. നൂഡിൽസ് കറക്റ്റായിട്ട് കുക്കായി വരില്ല. നൂഡിൽസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ആ പാക്കറ്റിൽ നൂഡിൽസിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് മേക്കർ കിട്ടുമല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നമുക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ചേർക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ നൂഡിൽസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ, വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ട് നൂഡിൽസ് ഇതുപോലെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും ഒരു 1/2 ടീസ്പൂൺ തന്നെ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമ്മളിതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നൂഡിൽസിലും അതിൻ്റെ കൂടെയുള്ള മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതുകൂടാതെ നമ്മളിതിൽ സോസും ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അവസാനം കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് കുറച്ചൊന്ന് കുഴഞ്ഞു പോയതുപോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ നൂഡിൽസ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആണെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്